ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബ്ലെസ്സി. ഞാൻ മുട്ടിച്ചിറ വാലാച്ചിറ ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 20 ഈ 2023. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ OET ഒരു പ്രാവശ്യം എഴുതി. അതിൽ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഭയങ്കര ഡിഫിക്കൾട്ട്. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ സംസാരിക്കാൻ എനിക്ക് കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ എനിക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫില്ലേഴ്സൊക്കെ വരുമായിരുന്നു. അപ്പോഴത്തേക്കും ആ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ലാഗ് ആവുമായിരുന്നു സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് 20 മാർക്കിലാണ് സ്പീക്കിങ് പോയത്. B കിട്ടാനിരുന്നതിൽ 20 മാർക്കിൽ സ്പീക്കിങ് പോയി. അപ്പോൾ എന്നെല്ലാം ബാക്കിയെല്ലാം B കിട്ടിയതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റ് കിട്ടുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഞാൻ ഡേറ്റ് എടുത്തിട്ട് 2 ആഴ്ചത്തേക്ക് പഠിക്കാൻ പോയി. അപ്പോൾ 2 ആഴ്ചത്തേക്ക് പഠിക്കാൻ പോയപ്പം അവിടെ ഉടമ്പടി എടുത്തൊരു കൊച്ച് എൻ്റെ കൂടെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ എന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കുരിശ് വരയ്ക്കുമായിരുന്നു. കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് ഈ കൊച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വിളിക്കണം രാവിലെ എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി നീ പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്ക് ഉടമ്പടി എടുത്തൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇതൊക്കെ നീ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു നെഗറ്റീവ് ഫീലാണ് വരുന്നതെന്ന് പറഞ്ഞു. എനിക്കിതിനോട് ഒന്നും തോന്നുന്നില്ല. പിന്നെ ഈ മാതാവിനെ കണ്ടിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മാതാവിനെ കാണുന്നത്. അപ്പോൾ ഈ മാതാവിനെ കണ്ടിട്ട് എനിക്ക് ഒരു സ്നേഹിക്കാൻ തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാ മാതാവിനെ കാണുമ്പോൾ ഒരു വാത്സല്യമൊക്കെ തോന്നും, പക്ഷേ എനിക്ക് ഈ മാതാവിനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം എക്സാം എടുക്കുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആവുന്നില്ലായിരുന്നു. കാരണം എൻ്റെ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഛർദ്ദിച്ച് തലകറങ്ങി അങ്ങനെ ആകെ മൊത്തം ഒരു ചീത്ത ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി അവളുടെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവൾ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കായി. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ വയറ്റിൽ തൊട്ടാണ് അവൾ പ്രാർത്ഥിച്ചത്, പക്ഷെ അവൾക്ക് ആ മാസം 2 പ്രാവശ്യം വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും നടക്കാത്തതാണ് അവൾ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വരുന്ന പോലെ എനിക്കും വന്നു. അപ്പോൾ എനിക്ക് എന്തോ അവളങ്ങനെ പ്രാർത്ഥിച്ചല്ലോ എനിക്ക് വേണ്ടി. അപ്പം മാതാവിൻ്റെ തൈല ഉപ്പൊക്കെ യൂസ് ചെയ്യുമ്പം എന്തോ അവിടെ ശക്തി ഉണ്ടെന്നൊക്കെ എനിക്ക് ഒരു വിശ്വാസം വന്നു. പിന്നെ എനിക്ക് എക്സാം ഡേറ്റായി ഞാൻ വെക്കേറ്റ് ചെയ്യാൻ നേരം എനിക്കൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു, നീ ഇത് ഒന്നും ചെയ്യണ്ട, സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ ഉള്ളം കൈ വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പീക്കിങ്ങിന് പോയി. ഞാൻ സ്പീക്കിങ്ങിന് കയറിയപ്പം റെക്കോർഡിങ്ങിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒന്നോടെ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ കാശ് രൂപം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് കൈക്കകത്ത് വെച്ചു. കൈക്കകത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ നല്ല മോശമായിട്ടാണ് ചെയ്തത്. ആദ്യം ചെയ്തതിലും ഭയങ്കര മോശമായിട്ടാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു. ഞാൻ ഒരുമാതിരി പേടിച്ചു. കാരണം ഈ പ്രാവശ്യം എൻ്റെ 33,000 രൂപ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ കഴിഞ്ഞപ്പം എന്നോട് ആ സാറ് ചോദിച്ചു, നീ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, മോളെ ഞാനല്ല മാർക്ക് ഇടുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സാരില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അതിനെനിക്ക് ഫുൾ B കിട്ടി. അപ്പോൾ എനിക്ക് എന്തോ കൃപാസന മാതാവ് ഉണ്ട്, അമ്മയില്ലാതെ എനിക്ക് അങ്ങനെ ലൈക്ക് ആദ്യം ചെയ്തതിലും ഭയങ്കര മോശമായിട്ട് ചെയ്തിട്ട് എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയല്ലോ. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് വന്നൊന്ന് താങ്ക് യു പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചു, ഒന്ന് വന്നോട്ടെ ഇവിടെ, എന്നെ വിടാവോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ സമ്മതിച്ചില്ല. പപ്പയ്ക്ക് മാതാവിന് ഇഷ്ടമൊക്കെ തന്നെ, പക്ഷേ ഇവിടെ വീട്ടിൽ നിന്നാലും പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനെങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഈ കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൃപാസനത്തെ പറ്റി ഒത്തിരി ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്നടി എങ്ങനെയാണ്, ഇതെന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയത്തില്ല, ഒത്തിരി ഉണ്ട് പറയാൻ, അതുകൊണ്ട് നിനക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ നീ കാണാൻ പറഞ്ഞു, സാക്ഷ്യങ്ങൾ കാണുക, അച്ഛൻ്റെ പ്രസംഗമൊക്കെ നീ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നിൻ്റെ സംശയങ്ങൾ അവിടെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇതിൽ എന്തോ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു.
അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പറയും. അപ്പോൾ പപ്പ പറഞ്ഞു വേണ്ട, ഉടമ്പടി എടുക്കണ്ട, വേണേൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ എല്ലാം പ്രോസസ്സിങ് എല്ലാം സ്മൂത്തായിട്ട് നടക്കുമായിരുന്നു, ഒരു പ്രശ്നവും. അപ്പോൾ COS എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞു, എന്നിട്ടും വന്നില്ല. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും COS വന്നു, അവർ പോയി അവിടെ ചെന്നു. അപ്പോൾ അവർ 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു, ചിലർ 1 മാസം വെയിറ്റ് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് എന്തായാലും വരും, സമയം താമസിച്ചാണെങ്കിലും വന്നോളൂ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഒന്ന് അന്വേഷിക്കുക ഇതെന്തായെന്ന്. കാരണം എനിക്കറിയാവുന്ന ഒരു കൊച്ചി ഇതുപോലെ COS നോക്കിയിരുന്നിട്ട് അത് അവർ ഇത് നിർത്തി, ഫണ്ടില്ലെന്ന് പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് പേടിയായി. അപ്പോൾ എൻ്റെ പപ്പയുടെ അനിയത്തിയുണ്ട്, ഒരു സിസ്റ്റർ ആൻറ്റി. അപ്പോൾ ആ സിസ്റ്റർ ആൻറ്റി എന്നോട് എപ്പോഴും പറയും, നീ ഒന്ന് ഓൺലൈനോടും കൂടി എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് മാതാവിനെ കണ്ട് എനിക്ക് അമ്മയുടെ കാശുരൂപവും വേണം, തൈലവും വേണം, ഉപ്പും വേണം, എല്ലാം വേണം. എനിക്ക് അമ്മയുടെ അടുത്ത് തന്നെ വരണം എന്ന് പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു വാശിയെന്നും പറയാം. അപ്പോൾ എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഓൺലൈനോടും കൂടി എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് ഓൺലൈനോടും കൂടി എടുക്കുക, അല്ലെങ്കിൽ നീ എങ്ങനെ വരാൻ പറ്റും, വിടത്തില്ലല്ലോ എന്നൊക്കെയായി. അത് കഴിഞ്ഞ് വെച്ചാൽ ഓക്കെ ശരി, ഞാനിങ്ങനെ ഈ കൊച്ചെൻ്റെ അടുത്ത് ഇങ്ങനെ COS ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ അന്ന് നവംബർ 15 ഞാൻ ആൻറ്റി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു, COS കിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ആൻറ്റി ഇടാം. അപ്പോൾ ഉടമ്പടി എടുക്കാനും സമ്മതിക്കോ ഇല്ലെന്ന് അറിയത്തില്ല, അതുകൂടി ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അന്ന് അതും ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 11:30 ആയപ്പം ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അന്ന് ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, എൻ്റെ ആപ്ലിക്കേഷൻ വിഡ്രോൺ ആയെന്ന് പറഞ്ഞു. അപ്പം അത്രയും നാളത്തെ ഇല്ലാത്ത ഒരു എല്ലാം സ്വപ്നങ്ങളെല്ലാം പോയ പോലെ തോന്നി. അപ്പോൾ എന്നെക്കഴിഞ്ഞും കൂടുതൽ എൻ്റെ പപ്പയ്ക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ടെൻഷനായി. കാരണം എല്ലാം പ്രോസസ്സിങ്ങിന് ഒന്നുമില്ല, നടക്കാനൊന്നുമില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നോക്കിക്കോ, വേറെ ഇത് നോക്കിക്കോ, ഇനി ഇവിടുന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ആൻറ്റി പറഞ്ഞു ഇനി ഒന്ന് ചോദിച്ചു നോക്ക്, ഉടമ്പടി എടുത്തോട്ടെ എന്ന്. അപ്പം പപ്പ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന് നവംബർ 20 ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ റീസൺ പറഞ്ഞു, അവർക്ക് ഫണ്ടില്ല, അതുകൊണ്ട് ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ എല്ലാം ക്യാൻസലായി. ഇപ്പോൾ UK നഴ്സുമാർക്ക് ഇപ്പോൾ അറിയായിരിക്കും, ഇൻ്റർവ്യൂ എല്ലാം ക്യാൻസലായി. അവിടുത്തെ ഇലക്ഷനൊക്കെ കാരണം ഇൻ്റർവ്യൂ എല്ലാം നിർത്തി വെച്ചേക്കുക. അപ്പോൾ ഒരു ഇതുമില്ല. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ ഇതല്ല എനിക്ക് വിധിച്ചിട്ടുള്ളത്, അമ്മ എനിക്കിതിന് നല്ലത് തരാനായിരിക്കും എന്നോർത്ത് ഞാൻ ഇതങ്ങ് വിട്ട്. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ UK പ്രോസസ്സിൽ അമ്മ സഹായിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എനിക്കിതിൻ്റെ COS തന്നെ വേണമെന്ന് അങ്ങനെയൊന്നും ഞാൻ വാശി പിടിച്ചില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോവുകയും അങ്ങനെ എപ്പോഴും പറ്റുന്ന പോലെ കുമ്പസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഡാനിയലച്ചൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ബൈബിള് കാലക്രമേണ വായിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ എനിക്ക് ബൈബിൾ അങ്ങനെ പഠിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെയൊക്കെ ബൈബിൾ വായിക്കുകയും പിന്നെ പറ്റുന്ന പോലെയൊക്കെ പത്രം എല്ലാവർക്കും, എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും എനിക്കിതുവരെ സാക്ഷ്യം പറയാൻ ഒരു കാര്യം ഇല്ലെങ്കിലും ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ പത്രം കൊടുത്തു, ഇങ്ങനെ ഉണ്ട് അങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രം കൊടുത്തു. പിന്നെ കറക്റ്റ് ഈ കഴിഞ്ഞ ദിവസം അവരിങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് വില്ലിങ് ആണോ, COS അപ്ലൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കാൻ പോകാറില്ല. കാരണം ഇവർ നിങ്ങൾ UK ആണോ നോക്കുന്നത്, പേടിക്കണ്ട, നിങ്ങൾ ഓക്കെ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞൊരു അഷ്വറൻസേ തരുള്ളൂ. പക്ഷെ ഒന്നും പോസിറ്റീവായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇതൊന്നും നോക്കിയില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മെസ്സേജ് കണ്ടത്. അപ്പോൾ ഞാൻ ശരിക്കും ഇത് ശരിക്കും ആണോ, ഇനി കൈ കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി. അപ്പോൾ എനിക്കത്രയും ഇതൊന്നും തോന്നിയില്ല. എന്നിട്ട് എനിക്ക് COS കൈ വന്നു. അത് കഴിഞ്ഞ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരം ഞാൻ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ചയായിരുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു, അമ്മ തന്നെയാണ് ഇത് തരണേന്ന് എനിക്ക് അറിയണം, അതുകൊണ്ട് എനിക്കിത് ചൊവ്വാഴ്ച തന്നാൽ മതി എന്ന് പറഞ്ഞു കയ്യിൽ. അപ്പോൾ എനിക്കിത് എൻ്റെ കൂടെ തന്നെ ഒരു 2 പേരും കൂടെ ഉണ്ടായിരുന്നു ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആ ദിവസം. അപ്പോൾ അവർക്ക് 3-ാമത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച അവരുടെ കൈ കെട്ടി വിസ. എനിക്ക് വിസ എന്നിട്ട് കൈ കിട്ടിയില്ല. അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച ഉച്ചയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ വിസയുടെ ഇത് അപ്രൂവൽ ആയെന്നേ ഉള്ളൂ, അല്ലാതെ ഇത് ഡിസ്പാച്ച് ആയെന്നോ വന്നെടുക്കണമെന്നോ ഒന്നും മെയിലൊന്നും പറയുന്നില്ല.
അപ്പം എന്നായാലും ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ച കൈ കിട്ടേണ്ട സംഭവം. അപ്പം തിങ്കളാഴ്ച ആയിട്ടും ഒന്നും മെസ്സേജ് ഒന്നും വരാതെ കണ്ടപ്പം എൻ്റെ വീട്ടുകാർക്ക് പേടിയായി, ഇതെന്ത് പറ്റി, ഇനി ഇതും നീളുവോ, ഇതും ക്യാൻസലാവോ, അങ്ങനെയൊക്കെ തോന്നി. പിന്നെ എൻ്റെ മനസ്സിൽ ദൈവമേ അമ്മ ഞാൻ പറഞ്ഞ ദിവസം തന്നെ അമ്മ എനിക്ക് തന്നാൽ മതി, അങ്ങനെ ഞാൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. അമ്മ തരുമെന്ന് എനിക്ക് ആ ഒരു വിശ്വാസം ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടു കഴിഞ്ഞപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ കൊറിയറുകാർ വിളിച്ചു, വിസ വന്നിട്ടുണ്ട്, വന്നെടുത്തോണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ അമ്മ തന്നെയാണ് തന്നേന്നൊക്കെ എനിക്ക് ഒത്തിരി വിശ്വാസം കൂടി വന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി 3 മാസം ആവാറായി, പുതുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഡേറ്റ് എഴുതാൻ നേരമാണ് കണ്ടത്, 15-ാം തീയതി. കറക്റ്റ് ഞാൻ ഉടമ്പടി ഓൺലൈൻ റിക്വസ്റ്റ് ഇട്ട ആ ഡേറ്റും ഇന്നും കറക്റ്റ് 3 മാസമായി. പിന്നെ അടുത്ത ആഴ്ച 22, അതായത് ഈ വരുന്ന അടുത്ത ആഴ്ച വ്യാഴാഴ്ച, അതായത് ഈ 22-ാം തീയതി വൈകുന്നേരം ഞാൻ UK പോവുക. അപ്പോൾ അമ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിത് തന്നെ കിട്ടുമെന്നും എന്നെ കൊണ്ടുപോകും എന്നെ വിടുമെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒത്തിരി അമ്മയുടെ നന്ദി പറയാൻ വാക്കുകളും ഇല്ല. താങ്ക് യു. ബ്ലെസ്സിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരി പറയുന്നത്, എനിക്കധികമൊന്നും പറഞ്ഞു തരുവാനായിട്ടില്ല, പക്ഷെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നീ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടും എന്നുള്ളതാണ്. ഈശോ വചനത്തെ വിത്തായിട്ട് ഉപമിച്ചിട്ടുണ്ട്. വിത്ത് അതിന് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, വെള്ളമൊക്കെ കിട്ടുമ്പോൾ മുളച്ചു പോകുന്നത് പോലെ തന്നെയാണ് വചനമാവുന്ന വിത്തും നമ്മൾ വിതയ്ക്കുമ്പോൾ. ഒരാൾക്ക് വിശ്വാസം പകരുമ്പോൾ അനുകൂല സാഹചര്യങ്ങളിൽ അവരുടെ വിശ്വാസം വളരുകയും ഫലമണിയുകയും ചെയ്യും. അതേപോലെ സുഹൃത്ത് നൽകിയ വിശ്വാസത്താലാണ് ബ്ലെസ്സിക്കും അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കുകയും ഈ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയൊക്കെ ചെയ്തത്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിബന്ധനയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നുള്ളത്, അറിയാത്തവരെ അറിയിക്കുക എന്നുള്ളത്. ബ്ലെസ്സിയും അതേപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തെ പകർന്നു കൊടുക്കുക, അറിയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരിശുദ്ധ അമ്മ ഈശോയെ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ നമ്മളും ഈശോയെ കാണിച്ചു കൊടുക്കണം. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ പ്രതിസന്ധി മറികടക്കുവാൻ അമ്മ കാണിച്ചു കൊടുത്തത് ഈശോയെയാണ്. യോഹന്നാൻ 2:5 അവൻ പറയുന്നത് ചെയ്യുവിൻ. ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.